മാത്രം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുക്രിസ്തുവിൽ വന്ദനം പറയും. ഓയസിസ് മിനിസ്ട്രീസിൻ്റെ ഈ മിഷൻ കൺഫറൻസിൽ സംസാരിക്കാൻ എനിക്ക് ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഡോക്ടർ ജോൺസൺ ആൻഡ് ദി ടീം വർക്കിംഗ് വിത്ത് ഹിം, അവരെ ഓർത്തും പ്രത്യേകിച്ച് സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഡോക്ടർ കെ സി ചാക്കോ ഇൻവോൾവ് ഇൻ മിഷൻസ് ഇൻ വെസ്റ്റ് ബംഗാൾ എന്ന് കേൾക്കുന്നത് ഞങ്ങൾ വളരെ 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 പഴയ കാലത്തെ പരിചയക്കാരാണ്. അവരൊക്കെ ഈ രാജ്യത്ത് താമസമായി, ഞങ്ങളിങ്ങനെ നാട്ടിൽ തന്നെ താമസിക്കുന്നു. എന്നാലും glad to know that പാസ്റ്റർമാരെ കാണുന്നതിൽ സന്തോഷം. പാസ്റ്റർ ഷാജി ഡാനിയൽ, so nice to be with you here and all of you saints of God. ഈ മിഷൻസ് കൺവെൻഷനിൽ ഇതുമായിട്ട് താല്പര്യമുള്ള നിങ്ങൾ വന്ന് സംബന്ധിക്കുന്നു. നിങ്ങൾ അല്പസമയം ഈ കാര്യം പറയാൻ എനിക്ക് ഇടയാകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ചെറുപ്പത്തിലെ സുവിശേഷവേല തുടങ്ങിയ ഒരാൾ. കുറേയേറെ വർഷം ഒരു ബൈബിൾ സ്കൂളിലെ അധ്യാപകനായിരുന്നു. ഏതാണ്ട് 23 വർഷം ഞാനൊരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച് വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറേയേറെ കാലം ഇങ്ങനെ സുവിശേഷ പ്രസംഗത്തിലും സഞ്ചാരത്തിലും സഭയുടെ പലവിധ അഡ്മിനിസ്ട്രേഷൻസിലും ഒക്കെ ആയിരുന്നു. എന്നാലും കുറേ കാലങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക ദൈവ സന്ദർശനം ഒരു പീരിയഡ് എടുത്ത് ഞങ്ങൾക്ക് കുടുംബമായിട്ടുണ്ടായി. It was years of divine intervention in our life in a very special, unusual way. It started in 1996. This special kind of intervention. I was in the ministry, leading people, pastors in ministry, and we were doing ministry. It took few years. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിന് മുമ്പ് ബേസിക്കലി ഓഫ് കോഴ്സ് ഈവൻ നൗ ഐ ലിവ് ഇൻ കേരള. വേറെ കുറേ ജോലികൾ എനിക്കുള്ളത് കൊണ്ട് ഇന്ത്യയിൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കുമെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഞാൻ കേരളത്തിൽ താമസിച്ചു. അവിടുത്തെ രീതിക്കനുസരിച്ച് ജീവിച്ചു മാറിയിരുന്നു. എന്നാൽ 2000 ആയപ്പോഴത്തേക്ക് ദൈവം ഇന്ത്യയെ ഇൻഫാക്ട് ഞങ്ങളുടെ സിസ്റ്റത്തിലാക്കി. അങ്ങനെയാണ് എനിക്കത് പറയാൻ ഇഷ്ടമുള്ളത്. ഞങ്ങൾ ടോട്ടൽ സിസ്റ്റത്തിൽ ഇന്ത്യയെ കൊണ്ടുപോകും. അന്ന് മുതൽ ഞങ്ങൾ കുടുംബമായിട്ട് ഈ മിഷണറിമാരെ വിടുന്നത് മാത്രമല്ല, ഞങ്ങൾ തന്നെ യാത്രകൾ തുടങ്ങി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ ആണ്ടിലും മിക്ക വർഷങ്ങളിലും ഞങ്ങൾ 3 മാസം വീതം വടക്കേ ഇന്ത്യയിൽ പോയി. ഞങ്ങൾ 2 പേരും കൂടെ പോകും. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കുറേ പേരെ കൂടെ കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെ പ്രവർത്തനത്തിലാണ്. എല്ലാ വർഷവും ഒരു 3 മാസം പോകാൻ പറ്റില്ല, കാരണം എൻ്റെ മറ്റ് കുറേ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട്. എന്നാലും ഉള്ള സമയത്ത് ഞാൻ 3 മാസം പോയിട്ടുണ്ട്. ഇപ്പോഴേ ഞങ്ങൾ സാധാരണഗതിയിൽ 1 മാസമെങ്കിലും എല്ലാ ആണ്ടിലും വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങൾ സഞ്ചരിച്ച് ഈ പ്രവർത്തനങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രോഗ്രാം. ഈ വെസ്റ്റ് ബംഗാളിൽ ഒരു ദിവസം ഞങ്ങൾ പോയ ഒരു ദിവസം ഞാൻ ഓർക്കും. ഞങ്ങളുടെ പ്രത്യേക ഒരു പ്രാർത്ഥനാ യാത്ര ചെയ്യുകയായിരുന്നു. ഇന്ത്യയിലെ 2 സ്റ്റേറ്റാണ് കാളിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന സ്റ്റേറ്റുകൾ. ബാക്കി സ്റ്റേറ്റുകൾ ബഹുഭൂരിപക്ഷവും ശിവനാണ്. എന്നാൽ കാളിയുടെ ആസ്ഥാനമുള്ള 2 സ്റ്റേറ്റ്, ഒന്ന് ബംഗാളും ഒന്ന് ആസാമുമാണ്. കാളിയുടെ ശക്തിയെക്കുറിച്ചൊക്കെ ഇന്ത്യയെ അത് ശരിക്കും സ്പെഷ്യൽ ഒന്ന് പഠിച്ചെങ്കിലേ എൻ്റെ സംഗതി അറിയുള്ളൂ. ഈ കൽക്കട്ടയ്ക്ക് സമീപം ഒരമ്പലമുണ്ട്. ആ അമ്പലത്തിന് സ്ഥിരം ബലി നടക്കുന്ന ഒരമ്പലമാണ്.
ഞാൻ ആ അമ്പലത്തിൽ നിന്ന് പോയി. ഞങ്ങൾ ചെന്ന സമയത്ത് അന്നേരം അവിടെ ഒരു ബലിയാണ്. മൃഗങ്ങളെ അകത്ത് ഇപ്പോഴും ബലി നടത്തുന്ന ഒരു സ്റ്റേറ്റാണ് ഈ പറയുന്ന ബംഗാൾ. അതിൻ്റെ പിടിയിൽ നിന്നാണ് ആളുകളെ പുറത്തു കൊണ്ടുവരുന്ന ഈ പ്രക്രിയ. ഇവിടെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ബിഗ് സ്പിരിച്വൽ വാർ. ആൻഡ് അതിനുള്ള താല്പര്യത്തിലും ആളുകൾ കൊടുത്തിരിക്കുന്നതിലും അവരെ അതിനുവേണ്ടി പ്രാപ്തിപ്പെടുത്തിയിരിക്കാനും ആൻഡ് അവർ മാത്രമല്ല, ഈ ചേർച്ചിലും ഈ ദേശങ്ങളിലുള്ള പലരും യു ആർ ഓൾ മോട്ടിവേറ്റഡ് ഇൻ മിഷൻസ് എന്ന് കാണുന്നതിൽ ഐ എം ഗ്ലാഡ്. എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് പ്രേരണയുള്ള കാര്യം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ഒരു പാരഗ്രാഫ് എടുത്തിട്ടാണ്. The Gospel of John, chapter 15. And the first 16 verses. നമുക്കറിയാവുന്ന ഒരു വേദഭാഗമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണമാണത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അധികം സാദൃശ്യങ്ങൾ, പാരബിൾസ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ അങ്ങനെ സാദൃശ്യമായി കാര്യം പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. ഞാനൊരു കൂട്ടം വിശ്വാസികളോടും ധാരാളം കാലങ്ങൾ കൊണ്ട് പരിചയമുള്ളവരോടാണ് പ്രസംഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒത്തിരി എക്സ്പ്ലനേഷൻസിലേക്ക് ഞാൻ പോകാതെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് നിയോഗം കിട്ടിയിട്ടുള്ള അല്പം കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കിടാം. ഇവിടെ ഒന്നാമത്തെ വാക്യം പറയുന്നത്, യേശു പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനും ആണ്. Verse 5. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആവും. ഒരു ചെടിയുടെ ഉദാഹരണം എടുത്തുകൊണ്ട് ഇവിടെ അവിടുത്തെ ജനത്തെ, അവിടുത്തെ സഭയെ യേശു ക്രിസ്തു ഉദാഹരിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു തോട്ടം, എ ഗാർഡൻ ഓഫ് ഗോഡ്, എ വിനയാർഡ്. God is the owner. His own property. God is said to be the husbandman. പക്ഷെ യേശു പറയുന്നു, ഞാനാണ് അതിൻ്റെ അസൽ ചെടി, അവിടുത്തെ തായ്തണ്ട് യേശുവാണ്. നിങ്ങളെല്ലാം ഈ തായ്തണ്ടിൽ നിന്നുണ്ടാകുന്ന ശിഖരങ്ങളും ഉപശിഖരങ്ങളുമാണ്. അപ്പൊ അങ്ങനെ ആ തായ്തണ്ടിൽ നിന്നുണ്ടാകുന്ന ശിഖരങ്ങളും ഉപശിഖരങ്ങളുമായിട്ട് നിങ്ങളൊരു തോട്ടമാക്കിയിരിക്കുകയാണ്. ഇതിനടുത്ത പ്രധാനപ്പെട്ട ഉദ്ദേശം, അത് നീട്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഴ്സ് 16, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, നോട്ട് ദാറ്റ് യു ഹാവ് ചോസൻ മീ ബട്ട് ഐ ഹാവ് ചോസൻ യു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചു ഇരിക്കുന്നു. ഇവിടെ പർപ്പസ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തിനാണ് ദൈവത്തിന് ഈ തോട്ടം? ഈ തോട്ടത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് 16-ാം വാക്യം വളരെ തെളിച്ചു പറയും. നിങ്ങളതിനെ ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനുമാണ്. ദൈവത്തിന്റെ ഈ വലിയ തോട്ടമായിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പദവിയാണ്. To be a vineyard of God, to be a garden of God himself is a great privilege. നമ്മളാരും ഇവിടെ ഇരിക്കുന്ന നിങ്ങളാരും കൃഷിക്കാരല്ല. എന്നാൽ അത്യാവശ്യത്തിന് കൃഷി നമുക്ക് പരിചയമുണ്ട്. ഏത് നാട്ടിലും മലയാളി എവിടെയാണ് താമസിക്കുന്നതെന്ന് വീട് കണ്ടാൽ അറിയാമല്ലോ. 2 കരിയാപ്പും എന്തായാലും ഇച്ചിരി പച്ചക്കറി ഇല്ലാത്ത മലയാളി എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യം അല്ല ഈ രാജ്യത്ത്. പിന്നെ ഇതിനകത്തൊന്നും തീരെ ഇഷ്ടമില്ലാത്തവരും അല്ലേ ഉള്ളൂ ഇതൊന്നും ചെയ്യാത്തവർ. അപ്പം അത്യാവശ്യത്തിന് കൃഷിയെക്കുറിച്ച് നമുക്ക് സ്വല്പം വിവരമുണ്ട്. അപ്പം ആ ഉദാഹരണം ഇവിടെ എടുത്തോണ്ട്
സഭയെ ഉദാഹരിച്ചിരിക്കുകയാണ്. കൃഷിക്കാർക്ക് ഇപ്പോഴും എല്ലാത്തിൻ്റെ മേലും നിയന്ത്രണമില്ല. നല്ലപോലെ കൃഷി നടത്തുന്ന ആഗ്രഹമുണ്ടെങ്കിലും തിങ്സ് ഗോ ബിയോണ്ട് ദർ കൺട്രോൾ. കാലാവസ്ഥ തിരിപ്പോയാൽ ഒരു വകയും ചെയ്യാൻ പറ്റില്ല. വലിയ കാര്യമായിട്ട് തെങ്ങ് കാണും, ചില സമയത്ത് എല്ലാം കൂടെ സോക്കേട് പിടിക്കും, അങ്ങനെ നമുക്ക് ചിലപ്പോൾ നെല്ല് കാണും, ചാടി കഴിക്കും, എന്തോ ചെയ്യും, ഒന്നും കിട്ടില്ല. It is beyond the control of the farmer. But this farmer, what goes beyond his control? ഈ ദൈവത്തെ തോൽപ്പിക്കാൻ ഏതെങ്കിലും ഒരു ശക്തിക്ക് കഴിയോ? ഒരു പ്രകൃതി ശക്തിക്ക് കഴിയോ? ഒരു അന്ധകാര വ്യാപാരത്തിന് കഴിയുമോ? എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ദൈവത്തിന് ഈ തോട്ടത്തിന് പറ്റുമോ? ഉണ്ടാവില്ലല്ലോ. സകലം അറിയുന്ന ദൈവം. To be a child of God, to be in the church of God is really a great honor, a great privilege. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണ് നമ്മളല്ല. ദൈവത്തെ സേവിച്ച് അതിന് നന്മ അനുഭവിക്കുന്നവരും അതിന് സാക്ഷ്യം പറയുന്നവരുമാണ്. വലിയ കാര്യമാണ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അവിടുത്തെ നാമം നമ്മെ വിളിച്ചത്, നമ്മുടെ പാപം പോക്കിയത് ഭയങ്കര കാര്യമാണ്. അടുത്ത് എന്ന് പ്രാർത്ഥിച്ചാലൂടെ ദൈവം ഉത്തരം തരുമെന്ന് പറയുന്നത് എന്തോ ഒരു ഭയങ്കര മഹത്വമുള്ള കാര്യമാണ്. So it's a great privilege, but at the same time, what is the purpose for which God has called us? എന്തിന് നമ്മെ വിളിച്ചു? നമ്മെ എന്തിന് ദൈവസഭയാക്കി? പഴയ നിയമത്തിൽ യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ മുന്തിരിത്തോട്ടമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. A vineyard that God had planted with great purpose. പക്ഷെ അവിടെ ദൈവം പരാതി പറയും, ഞാൻ എല്ലാം ചെയ്തു, ഒന്നാം തരമായിട്ട് തോട്ടം നട്ടു, വസ്തു വാങ്ങി, നല്ലപോലെ കിളച്ചു, കല്ല് പെറുക്കി കളഞ്ഞു, വേലി കെട്ടി, അതിൽ നല്ല ഒന്നാന്തര മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടു, ചക്കിട്ടു, വേണ്ടതെല്ലാം ചെയ്തു. ഫലം കായ്ക്കുമോ എന്ന് ഞാൻ കാത്തിരുന്നു. കായ്ച്ചപ്പോ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങ. ദൈവം പറഞ്ഞ I will not tolerate it. That's okay എന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കില്ല. ഞാൻ എൻ്റെ വേലി പൊളിച്ചു കളയും. ഇതിനിങ്ങനെ വെച്ചൊക്കെ ഞാൻ എത്തിക്കില്ല. Same thing you find in the New Testament. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൽ 33 മുതൽ 44 വരെ, Matthew 21:33-44. Again, അവിടെയും ദൈവത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയും. ഇതുപോലെ തന്നെ എല്ലാം ദൈവം ചെയ്തതായിട്ട് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ട് പറയുകയാണ്, ഞാനത് തോട്ടം നോക്കാൻ ചിലരെ ഏൽപ്പിച്ചു. സമയമായപ്പോ, ഫലകാലമായപ്പോ ഞാൻ ഫലം വാങ്ങിക്കാൻ ആളെ പറഞ്ഞു വിട്ടു. തോട്ടമെല്ലാം ഉണ്ട്, കാര്യമെല്ലാം നടക്കുന്നുണ്ട്, പക്ഷേ എല്ലാം സ്വന്തം കാര്യം ചിന്താ. ഫലം എടുത്ത് അവനവൻ തിന്നുകയാണ്, യജമാനൊന്നും കൊടുക്കത്തില്ല. ദൈവം പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ മകനെ, പലരെ അയച്ചു, കാര്യം ഒത്തില്ല, അവസാനം പറഞ്ഞ എൻ്റെ മകനെ അയക്കും, അവൻ അവകാശം, അവനെങ്കിലും അവർ ശങ്കിക്കും. പക്ഷെ അവനെയും അവർ ശങ്കിച്ചില്ല. അവനെ കണ്ടപ്പോൾ പറഞ്ഞ് ഇവൻ അവകാശി, വരിക, ഇവനെ കൊന്നു കളഞ്ഞാൽ തോട്ടം നമ്മുടേതാണ്. പക്ഷെ പറയുന്ന കാര്യം എന്ത് ചെയ്യുമെന്നറിയോ? ഈ യജമാനൻ ഈ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തോട്ടം ഫലം കൊടുക്കുന്ന വേറെ ജാതിക്ക് ഏൽപ്പിക്കും. ഫലം കൊടുക്കുന്ന വേറെ ജാതിക്ക് ഏൽപ്പിക്കും. എല്ലാം വാങ്ങി അനുഭവിച്ച് സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു കൂട്ടമായിട്ട്, ദൈവം നല്ലവൻ, ഹല്ലേലൂയ, ഗ്ലോറി എന്ന് പറയാനുള്ള ഒരു കൂട്ടമായിട്ടല്ല ദൈവം തന്റെ ജനത്തെ കണ്ടിരിക്കുന്നത്. ദൈവത്തിൽ തന്റെ ജനത്തിൽ നിന്ന് ചിലത് വേണം. Verse 16 ഒരിക്കൽ കൂടി ഞാൻ പറയാം. It is a purposeful planting. ദൈവം ഈ തോട്ടം നട്ടതാണ്, തനിയെ ഉണ്ടായി വന്നതല്ല. This is not a wild garden. This is not a forest.
God has purposely planted this garden. Every plant in it is planted by God. നമ്മുടെ കാര്യമാണ് പറയുന്നത്. നമ്മളെ ഓരോരുത്തരെയും ദൈവം തന്റെ സഭയിൽ കൊണ്ടുവന്നത് വ്യക്തിപരമായി ദൈവം ഇടപെട്ട് നമ്മെക്കുറിച്ച് വലിയ ഉദ്ദേശത്തോടു കൂടി ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നതാണ്. അല്ലാതെ സംഗതിവശാൽ ഇതിനകത്ത് വന്നുപെട്ടവരല്ല നാം എന്നറിയാം. റോമാലേഖനം 11 അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ വേറൊരു ഉദാഹരണത്തിലൂടെ പൗലോസ് പറയുകയാണ്. വലിയ പൊമ്മച്ചൊന്നും പറയരുത്, വീമ്പടിച്ച് നടക്കരുത്. പണ്ടത്തെ നിയമത്തെ ഇസ്രായേൽ ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ആളുകൾ, അവരെയാണ് ദൈവം പ്രത്യേകം എടുത്തത്, അവകാശം കൊടുത്തെടുത്തത്. അതിനെ ദൈവം ആദരിക്കാതെ വന്നെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. അതുകൊണ്ട് ഭയത്തോടെ ഈ ദൈവത്തെ സേവിക്കേണ്ടതാണ്. എന്താണ് അവന് വേണ്ടിയത്? സിമ്പിൾ. ഏത് കൃഷിക്കാരന് എന്താ വേണ്ടിയേ? സ്തോത്രം. നിങ്ങളെന്തിനാണ് വെജിറ്റബിൾ നടന്നത്? അതിനകത്തുനിന്നൊരു ഫലം കിട്ടാൻ വേണ്ടിയല്ലേ നടന്നത്. 16 വാക്യം നോക്കൂ. നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടത്. ഏത് തോട്ടക്കാരന് വേണ്ടത്? ഫലം കഴിക്കേണ്ടത്. അടുത്തത് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടത്. എന്താണ് ഫലം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കായ്ച്ച മുന്തിരിങ്ങ അവിടെ തന്നെ എല്ലാ കാലത്തും നിൽക്കണം എന്നാണോ? അങ്ങനെ നിൽക്കുമോ? നിൽക്കില്ലല്ലോ. What does it mean? It means continue to bear fruit. In this season you have been bearing fruit. In the next season also you should bear fruit. ഓരോ കാലത്തും ഓരോ സീസണിലും ഫലം കായ്ക്കുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കാൻ ദൈവം തന്റെ ജനത്തെ ഇതിനകത്താക്കി. പണ്ടൊരു കാലത്ത് ചെയ്ത കാര്യത്തെ ഓർത്തിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാനല്ല, ഓരോ കാലത്തും നമ്മെ കൊണ്ട് ചെയ്യിക്കാൻ, നമ്മളിൽ നിന്ന് കിട്ടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഫലം കിട്ടാൻ നമ്മെ ഇതിനകത്താക്കി വെച്ചിരിക്കുന്നു. Verse 2. എന്നിൽ കാണിക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. കാണിക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാകും. അപ്പറയും ഫലം 16 വാക്യം. 2 വാക്യം അധികം ഫലം, മോർ ഫ്രൂട്ട്. വാക്യം 8. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പോ വളരെ ഫലം. ഉദാഹരണം പറഞ്ഞാൽ ഇവിടൊക്കെ വല്ലതും ചെടി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഫലപരീക്ഷകൻ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴേ കഴിച്ചതാണ്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഒക്കെ ഒരു 3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏറെക്കുറെ ഏത് ഫലവൃക്ഷവും കായ്ക്കുന്ന ഒരു സമ്പ്രദായത്തിൽ, അങ്ങനെ ഒരു ബഡിങ് സിസ്റ്റത്തിലാണ് ഇപ്പോഴത്തെ കായ്പല്ല. അപ്പോ ആരും ഫലം ഉദ്ദേശിച്ചാണ് കൃഷി ചെയ്യുന്നത്. തമാശയ്ക്ക് കൃഷി ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? അവൻ കർഷകനല്ല. നമ്മുടെ നാട്ടിൽ ചെടിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ പുറത്ത് അത്രയും ചെടി കാണാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് വീടിനകത്ത് ചെടിയൊക്കെ എടുത്ത് വെച്ച് ഈ വളർത്തുന്ന കുറേ പേരുണ്ട്. അത് ശരിയാണ്, പക്ഷെ അതൊന്നും കൃഷിയല്ല. കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏത് കർഷകനും ഫലത്തിന് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത്. ഫലം കായ്ച്ചില്ലെങ്കിലോ വെട്ടിക്കളഞ്ഞിട്ട് കായ്ക്കുന്നത് വെക്കും, സ്വാഭാവികം. അതാണ് വാക്യം 2. ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയും. ഇതിന് നേരം കളയാനില്ല, ഇതിന് കാശ് കളയാൻ പറ്റില്ല, ഇതിന് സ്ഥലം മെനക്കെടുത്താൻ പറ്റില്ല. ഓറെ ഫലം കായ്ച്ചു. 3-ാം വർഷം ഫലം കായ്ച്ചു. മാവ് വെച്ചു. ആദ്യത്തെ ഫലം കായ്ച്ചപ്പോൾ 5 മാങ്ങ ഉണ്ടായിരുന്നു. 4-ാം വർഷവും കായ്ച്ചു 5 മാങ്ങ. 5-ാം വർഷവും കായ്ച്ചു 5 മാങ്ങ. 10-ാം വർഷവും കായ്ച്ചു 5 മാങ്ങ. അങ്ങനെ ആർക്കെങ്കിലും വേണോ? 3-ാം വർഷം 5 കായ്ച്ചെങ്കിൽ അടുത്ത വർഷം വരുമ്പോൾ 25 വേണ്ടേ? അതിനടുത്ത വർഷം വരുമ്പോൾ ഒരു 40-50 വേണ്ടേ? അല്ലേ? സ്തോത്രം. വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. നാട്ടിലെ ഉദാഹരണത്തിൽ പറയാം. ആഴ്ചയിൽ ഒരു ദിവസം, ഓരോ ദിവസവും ഓരോ കാര്യത്തിനാണ് പത്രത്തിലെ പല പത്രങ്ങളും അവരുടെ പേജസ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം കൃഷിക്കുണ്ട്, കാർഷിക രംഗം,
കാർഷിക രംഗത്തിന്റെ ദിവസം വരുമ്പോ ചിലപ്പോഴ് ഒരു വലിയ പടവലങ്ങ കാണിക്കും, ചിലപ്പോൾ ഒരു വാഴക്കൊലയായിരിക്കും. ഒരിക്കൽ കാണിച്ചതൊരു മെഡിക്കൽ ഡോക്ടർ അവരുടെ ടെറസിന്റെ മണ്ടയ്ക്ക് ചാക്കിനകത്ത് വാഴ നട്ട് ഒരു മൂട്ടം കൊല, ഏതാണ്ട് ആ സ്ത്രീകളത്രയുള്ളൊരു കൊല. അപ്പോൾ പത്രത്തിൽ അവരുടെ പടവും വരുന്നു, വാഴക്കൊലയും കൂടെ വരുന്നു. പിറ്റേ ദിവസം നാട്ടിലിറങ്ങി നടക്കുമ്പോൾ നേരത്തെ നടന്നവരാണോ നടക്കുന്നത്? ഒന്ന് പൊങ്ങിയല്ല നടക്കുന്നത്. കാരണം അവരുടെ കൃഷി നിമിത്തം അവർക്കുണ്ടായ ക്രെഡിറ്റ് ജനം അറിഞ്ഞു. സ്തോത്രം. നമ്മുടെ ആത്മകാര്യം പറയാൻ വേണ്ടിയാണ്. നമ്മുടെ ഏറെക്കുറെ മിക്ക സഭകളും നോക്കിയാൽ ഈ സ്ഥിതി വല്ലതും ഉണ്ടോ എന്നൊന്ന് ആലോചിച്ചോ. ആള് കയറുന്നിടത്ത് കുറെ ആള് കയറുന്നുണ്ടോ, ശരി. എന്നാലും പുതുതായി രക്ഷിക്കപ്പെട്ടു വന്നവരായി നമ്മുടെ സംസ്കാരത്തിന്റെ വെളിച്ചത്തിൽ പറയാം. ബംഗാളിലെ കാര്യം പിന്നെ പറയാം. നമ്മുടെ സംസ്കാരത്തിന്റെ വെളിച്ചത്തിൽ പറ, ഈ പറയുന്നത് പോലെ വളരെ ഫലം, അധികം ഫലം. ആൾ ഓടിക്കയറുന്ന കണ്ടപ്പോൾ നാട്ടുകാർ ഇവിടെ ഇത്ര ആൾ ഓടിക്കയറുന്നത്, പാസ്റ്ററുടെ മിടുക്ക് എന്നായിരിക്കുമോ പറയുന്നത്? അല്ലല്ലോ. എന്തോ അവിടെ സംഭവിക്കും. അവിടെ ജനത്തിന് വിടുതലുണ്ടാവും, അവിടുത്തെ രോഗികൾ സൗഖ്യമായിട്ട്, അവിടെ അത്ഭുതം നടക്കും, അവിടെ ദൈവശക്തിയുടെ പ്രകടനം ഉണ്ടാകുന്നു, മഹത്വം ദൈവത്തിനുണ്ടാവും. ആമേൻ. എന്നും 50-ൽ ഇരുന്നാൽ നമ്മുടെ ദൈവത്തിന് ഒരു മഹത്വമില്ല, ഒരു മഹത്വമില്ല. ദൈവത്തിന് വേണ്ട ഫലം, അധികം ഫലം, വളരെ ഫലം. ഇതിനാണ് ദൈവം നമ്മെ ഇതിനകത്താക്കിയിരിക്കുന്നത്. This plant is productive. ഫലം ഉണ്ടാകുക, അതിന് വേണ്ടിയാണ് ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് ഫലം? ദൈവത്തിന് നിങ്ങൾക്ക് എന്നാ കൊടുക്കാൻ പറ്റും? പൈസ മിഷൻസിന് കൊടുക്കണം, കൊടുത്തെങ്കിലേ മിഷൻസ് നടക്കുകയുള്ളൂ. ഓഫ് കോഴ്സ് ദൈവത്തിന് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞാൽ പോലും എന്നാ ദൈവം നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടായി ജീവിക്കുന്നത്? നിങ്ങൾ കൊടുത്തിട്ട് വേണോ ദൈവത്തിന് ഭക്ഷണം കഴിക്കാൻ? നിങ്ങളൊരു വണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ദൈവത്തിന് നടക്കാൻ, ദൈവത്തിന് വണ്ടിയെ പോവാൻ? What can you give to the Lord? എന്താണ് ദൈവത്തിന്റെ ഹൃദയം? What is the very heart of God? ദൈവത്തിന്റെ very heart എന്ന് പറയുന്നത് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം പറഞ്ഞു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, എനിക്ക് അവയെ കൊണ്ടുവരണം. ഈ വിശ്വാസി സമൂഹത്തിൽ വന്നെത്തിയിട്ടില്ലാത്ത വേറെ ആടുകൾ പുറത്തുണ്ട്, എനിക്ക് അവയെ വേണം. നാട്ടിൽ പെന്തിക്കോസ്തുകാരായാലും ഇവിടെ വന്നപ്പോ സഭയിൽ കൂടി വന്ന നല്ല കാര്യം. അവർക്കൊരു കൂട്ടായ്മ ഉണ്ടാകണമെന്നുള്ള നല്ല കാര്യം, ആവശ്യം തന്നെ. പക്ഷേ ദൈവത്തിന് മഹത്വം വരണമെങ്കിൽ, ദൈവത്തിന് തൃപ്തി വരണമെങ്കിൽ ഈ തൊഴുത്തിൽ ഇല്ലാത്ത പുറത്തെ ആളുകൾ ഇതിനകത്ത് കയറി വന്നെങ്കിലേ ദൈവത്തിന് തൃപ്തി വരികയുള്ളൂ. ലൂക്കോസ് 4:14-23, ലൂക്ക് 14:23 യേശു പറയുകയാണ്, ഉപമ പറയുകയാണ്. രാജാവിന്റെ മകന്റെ കല്യാണം. ക്ഷണിച്ചവരാരും കേറിയില്ല. അവർക്ക് ഓരോരോ എക്സ്ക്യൂസസ്. ഐ ഹാവ് സം സ്പെഷ്യൽ പ്രോഗ്രാം ടുഡേ. ഒരുത്തൻ പറയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നു, ഒരു വീട്ടിൽ പറയാണ് ഞങ്ങളൊരു വെക്കേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നു, വേറത്തെ പറഞ്ഞ ഇപ്പോൾ ഒരു കാർ വാങ്ങിക്കാൻ പോവാണ്. ഇന്നത്തെ ഭാഷയ്ക്കും പറയാം. ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. ക്ഷണിക്കപ്പെട്ടവര് വന്നില്ല. രാജാവ് പറഞ്ഞു, എന്റെ വിരുന്നുശാല നിറയേണ്ടതിന്. കുറെ പേരെ പുറത്തു പോയി വിളിക്കാൻ പറഞ്ഞു. അവരെ കൊണ്ടുവന്നിട്ടും വിരുന്നുശാല നിറഞ്ഞില്ല. രാജാവിന്റെ വലിയ ഹോളല്ലേ, കണ്ടമാൻ ആള് കയറുന്ന ഹോളല്ലേ. രാജാവ് പറയാണ്, തെരുക്കളിൽ ചെല്ലൂ, പെരുവഴികളിൽ ചെല്ലൂ, കണ്ടവരെ മുഴുവൻ എന്റെ വിരുന്നുശാല നിറയേണ്ടതിന് ഇതിനകത്ത് വിളിച്ചു കൊണ്ടുവരാനാണ് യേശുക്രിസ്തുവിന്റെ വചനം. ആരുമായിക്കൊള്ളട്ടെ, ഏത് ക്ലാസ്സും ആയിക്കൊള്ളട്ടെ,
ഹൈ കാസ്റ്റ് ആകട്ടെ, മിഡിൽ കാസ്റ്റ് ആകട്ടെ, ലോ കാസ്റ്റ് ആകട്ടെ, ഏതുമാകട്ടെ, ആരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ ജനമാണ്. അവന്റെ ആഗ്രഹം വിരുന്നശാല നിറയണം. അത് നിറയുന്നത് വരെ ദൈവത്തിന് തൃപ്തിയാകില്ല. ഈവൻ ദുഷ്ടന്റെ മരണത്തിൽ നമ്മുടെ ദൈവത്തിന് പ്രസാദമില്ല. Ezekiel 33 verse 11. I don't have pleasure in the death of even a wicked fellow. വെറും കൊള്ളരാത്തവൻ മരിച്ചാൽ നമ്മൾ ആരും പറയും ഹല്ലേലൂയ ഗ്ലോറി, നാട്ടിന്റെ ശല്യം തീർന്നല്ലോ. ദൈവം പറയും നോ, ആരെങ്കിലും പോയി അവനെ രക്ഷിച്ചിരുന്നെങ്കിൽ. The most wicked person in the world, God does not want them to be lost. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഈ ആഗ്രഹം കറിയപ്പോ തന്റെ പുത്രനെ സ്വർഗത്തിൽ നിന്ന് വിട്ടുതരാൻ ദൈവത്തിന് മടി തോന്നിയില്ല. അവന്റെ ഏകജാതനായ പുത്രനെ, സ്തോത്രം, ടൂറിസ്റ്റ് ആയിട്ട് വിട്ടതല്ല, ദേശം കാണാൻ വിട്ടതല്ല, പോയി എല്ലാം എന്റെ സൃഷ്ടി മുഴുവൻ, എന്റെ ലോകം മുഴുവൻ എന്റെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരൂ, ഹാവ് എ ഫൺ ടൈം എന്ന് പറഞ്ഞു വിട്ടതല്ല. നിങ്ങൾക്കറിയാം അവന്റെ തകർച്ച, അവന്റെ താഴ്ച നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സുകൊണ്ട് ഊഹിക്കാമോ? Can anybody comprehend what Jesus suffered, what he has gone through? Stotram. No intellectual can understand it. No human mind can comprehend the incarnation of Christ. Nobody can comprehend it. അത് മുഴുവൻ ചെയ്യാൻ തന്റെ പുത്രനെ ജനം ആക്ഷേപിക്കുന്നതും പരിഹസിക്കുന്നതും തല്ലിക്കൊല്ലുന്നതും, അവൻ അങ്ങനല്ല കൊന്നതെങ്കിലും ക്രൂശിൽ കൊല്ലുന്നതും തല്ലിയതും നോക്കിയിരുന്ന് ദൈവത്തിന് ഒരു മറുപടി കൊടുക്കാൻ പ്രയാസമൊന്നുമില്ല. ആ കൊല്ലുന്നവന്റെ മേൽ ഒരൊറ്റ ഇടി മുഴക്കിയാൽ, ഒരു മിന്നലയച്ചാൽ മുഴുവൻ പേര് ചാരമായിട്ട് അവിടെ വീഴും. ഒരു വാക്ക് കേൾപ്പിച്ചാൽ നീട്ടിയ കൈ അനങ്ങാതെ അവിടെ നിന്നുപോയനെ. എങ്കിലും നിങ്ങളെയും എന്നെയും ലോകത്തെയും രക്ഷിക്കാൻ വിചാരിച്ചപ്പോൾ തന്റെ പുത്രനെ തകർത്ത് കളയുന്നതിന് ദൈവത്തിന് മനസ്സായി. That's the heart of God. That's the heart of God. That is missions. ഇതിനു വേണ്ടി ഈ ആളുകളെ തന്നെ വേലയ്ക്ക് വിളിക്കാൻ തയ്യാറായി. എത്രയോ മനുഷ്യരെ വേറൊരു വേലയ്ക്ക് വിടാതെ ഈ വേലയ്ക്ക് ദൈവം വിളിച്ചു. അവർക്ക് വേറെ വേലയ്ക്ക് പോകാമായിരുന്നു, പക്ഷെ അവരെ വിടാതെ ഈ വേലയ്ക്ക് വിളിച്ചു. ജോലിയിൽ ഇരിക്കുന്നവരെ അതിന്റെ കൂടെ പോകാൻ പറഞ്ഞു വിട്ടു. They could have a good time, relax with their families, make a good living. But ചിലരെ ദൈവം തെരഞ്ഞെടുത്ത് ഇതിന് പറഞ്ഞു വിട്ടത് ദൈവത്തിന് ഉദ്ദേശമില്ല. തന്റെ പരിശുദ്ധാത്മാവിനെ ഇതിനു വേണ്ടി ദൈവം ലോകത്തിലേക്ക് അയച്ചില്ലേ? കേട്ടില്ലേ പറഞ്ഞത്? എത്ര പേര് കൃപാവരത്തിൽ നിറയുന്നു. ഒരിക്കൽ മലയാളികളുടെ ഇടയിൽ കൃപാവരമൊക്കെ ധാരാളം ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നതൊക്കെ വളരെ അപൂർവമായി മലയാളികളുടെ ഇടയിൽ തീർന്നിരിക്കുന്നതൊക്കെ പുച്ഛമായി പല ബന്ധുക്കോസുകാർക്കും തീർന്നിരിക്കുന്നു. ഒരിക്കൽ ഞങ്ങൾ ബീഹാറിൽ പോയപ്പോൾ കേട്ടത് 8 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ഓർഫനേജിൽ ബീഹാറിൽ പെണ്ണ് പ്രവചിക്കാൻ തുടങ്ങി. പ്രവചിക്കുന്നത് അതിന്റെ സൂപ്പർവൈസ് ചെയ്യുന്ന ആളിനോടാണ് പ്രവചനം. അവർ മലയാളിയാണ്. പ്രവചിച്ചത് മലയാളത്തിൽ. അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളുടെ നീണ്ട നിര ഈ പെണ്ണ്, ബീഹാറി പെണ്ണ്, മലയാളത്തിൽ പ്രവചിക്കാൻ തുടങ്ങി. നമ്മുടെ ഇടയിൽ കൃപാവരങ്ങൾ അപൂർവമായി പോയിരിക്കുന്നെങ്കിൽ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റിലും ദൈവം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അറിയാൻ മേലാത്ത ജനത്തിനിടയിൽ, ഒന്നും പഠിച്ചിട്ടില്ലാത്ത ജനത്തിനിടയിൽ അത്ഭുതങ്ങൾ നടക്കുന്നു, വീര്യപ്രവൃത്തികൾ നടക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചത് ഈ കാര്യം ദൈവത്തിന് സാധിക്കാനാണ് എന്ന് അറിയണം. ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ തന്നെ സ്വഭാവം പരിശോധിക്കും.
How did God create everything? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചാൽ Genesis chapter 1, verse 11, verse 12, verse 20, verse 22. എന്തുകൊണ്ട് വായിക്കുന്നില്ല? ദൈവം ഓരോ വൃക്ഷത്തെ സൃഷ്ടിച്ചു, സസ്യാദികളെ സൃഷ്ടിച്ചു. എങ്ങനെ ഉണ്ടാക്കിയതറിയാം? അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്നതിനെയാണ് ദൈവം ഉണ്ടാക്കിയത്. അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്നത്. ഏത് ജീവജന്തുവിനെയും ദൈവം ഉണ്ടാക്കി വിത്ത് പവർ ടു റീപ്രൊഡ്യൂസ് ആഫ്റ്റർ ഇറ്റ്സ് കൈൻഡ്. എനി ക്രീച്ചർ. മനുഷ്യനെ ഉണ്ടാക്കി. എന്നിട്ട് ദൈവം പറഞ്ഞു, be fruitful and multiply and fill the earth. Anything God made is made as fruitful with ability to reproduce after its kind. Fertility is a blessing from God. ആവർത്തന പുസ്തകം 28 അധ്യായം വായിച്ചാൽ verse 11, Deuteronomy 28 verse 11, 7 verse 14. ദൈവം അനുഗ്രഹിച്ചു പറയട്ടെ, if you keep my words, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കന്നുകാലികളുടെ പേരും പിറപ്പും അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കൂട്ടത്തിൽ വന്ധ്യനുണ്ടാവില്ല, വന്ധ്യയുണ്ടാവില്ല, സന്താനലബ്ധിയില്ലാത്തൊരു സ്ഥിതി നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം. അതേസമയം 28 വാക്യം, if you don't keep my words, you will not be fertile. നിങ്ങളുടെ ഇടയിൽ മക്കളില്ലാത്തവരുണ്ടാവും. അത് ദൈവത്തിന്റെ ഒരു ശാപമായിട്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹമല്ലേ സന്താനലബ്ധി? ദൈവം ഉണ്ടാക്കിയ സകലത്തിന്റെ നാച്ചുറൽ സ്വഭാവമല്ലേ റീപ്രൊഡക്ഷൻ? അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സഭ മാത്രം റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലാത്തതാണോ? ഒരു വിശ്വാസി മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാതെ ആയുസ് മുഴുവൻ താനെടുത്ത് രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പലരുടെയും സാക്ഷ്യം കേട്ടിട്ടില്ലേ? ഞാൻ ഒരാൾ മാത്രമേ എൻ്റെ വീട്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ, ബാക്കി ആരും എൻ്റെ വീട്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്നിട്ടില്ല. ദൈവത്തിന് മഹത്വം. എൻ്റെ വീട്ടിൽ ബാക്കിയുള്ളവരെല്ലാം വർദ്ധിപ്പിക്കട്ടെ. അതിനാണോ ദൈവം നമ്മളെ ഒരാളെ രക്ഷിച്ചത്? നിങ്ങളെ രക്ഷിച്ചെങ്കിൽ നിങ്ങളുടെ മുഴു കുടുംബവും രക്ഷിക്കപ്പെടാനല്ലേ നിങ്ങളെ രക്ഷിച്ചത്? നിങ്ങളെ ആദ്യ ഫലമായി നിങ്ങളുടെ വീട്ടിൽ നടത്തല്ലേ? നിങ്ങളുടെ കുടുംബം മാത്രം മതിയോ? ദൈവത്തിന് ദേശം മുഴുവൻ രക്ഷിക്കാൻ ദേശത്തിൽ നിങ്ങളെ തെരഞ്ഞെടുത്തതല്ലേ? എന്നെ തെരഞ്ഞെടുത്തതല്ലേ? Why the church is not productive? Why new souls not coming into the church? Why? എവിടെ കുഴപ്പമില്ലേ? ദൈവത്തിന്റെ ഈ വിത്ത്, ഏറ്റവും ശക്തിയുള്ള വിത്ത് ഈ വിത്തല്ലേ? ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സീഡ്. Can you tell me anything in the world that is so powerful like the word of God? This is the seed. This is the seed to sow. ദൈവം പറയുന്ന ഈ വിത്ത് വിതയ്ക്കൂ, അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരില്ല. You sow the seed, it will not come void back to me. It will not. It will not. അതായത് പ്രവൃത്തി. നിങ്ങൾ ഓർക്കാമോ? നാട്ടിലേക്ക് ഒന്ന് പോകണം വല്ലപ്പോഴും. എന്നിട്ട് നാട്ടിലേക്ക് ഇറങ്ങി അന്വേഷിക്കണം എന്ന് പറയുന്നത്. എവിടെയെങ്കിലും പോയി വെച്ച് എന്നാ ഇമ്മീഡിയറ്റ് പെട്ടെന്ന് പോകേണ്ടത് മാത്രം പോയിട്ട് വരരുത്. നാട്ടിലെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരണം. നിങ്ങൾക്കറിയാമോ, പണ്ട് സുവിശേഷം പറഞ്ഞ ഏത് വീട്ടിൽ നിന്നും കുറഞ്ഞ പക്ഷം ഒരാളെങ്കിലും ഇന്ന് വിശ്വാസിയാണ്. ഏത് വീട്ടിൽ? എന്റെ നാട്ടിൽ ഭയങ്കര പണക്കാരുണ്ടായിരുന്നു. ഞാൻ ബാലനായിരുന്ന കാലത്ത് കാറും ഒക്കെ വളരെ കുറവുള്ള കാലം. പക്ഷെ ഞാൻ പറയുന്ന വീട്ടിൽ ഓരോ മക്കൾക്ക് ഓരോ കാർ അന്നുണ്ടായിരുന്ന കാലം. ആ വീട്ടിൽ നിന്നും പെന്തിക്കോസിലാണ്. സുവിശേഷം കൊണ്ട് പോയ സകല വീട്ടിൽ നിന്നും ഈ സത്യത്തിലേക്ക് ദൈവം ആളെ കൊണ്ടുവരും. കാരണം
ഇത് ഭയങ്കര ശക്തിയുള്ള വചനമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ 2 ഉപമയം പറഞ്ഞോട്ടെ. കർത്താവ് ദൈവരാജ്യത്തെ കടുകുമണിയോട് ഉപവച്ചില്ലേ? എന്നിട്ട് പറഞ്ഞു, ഇതെടുത്ത് നിലത്തിട്ടു, തൻ്റെ നിലത്തിലിട്ടു. അത് വിത്തിൽ ഏറ്റവും ചെറിയതെങ്കിലും സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ അതിൽ വസിക്കത്തക്കവണ്ണം അത് വളർന്നു. നമ്മുടെ എല്ലാം വീട്ടിൽ കടുകിരിപ്പില്ലേ? നിങ്ങളുടെ ഒരാളെങ്കിലും കടുക് ഇതുവരെ കഴിക്കുന്നുണ്ടോ? നിങ്ങളുടെ കടുക് ഡപ്പിക്കാത്തിരിക്കുക, അടുക്കളയിലെ കുപ്പിക്കകത്തിട്ട് വെച്ചിരിക്കുകയാണ്. കുപ്പിക്കകത്തിട്ട് വെച്ചേക്കുന്ന കടുക് ബലം കഴിക്കില്ല. അത് നിലത്തെടുത്തിട്ടെങ്കിലേ ബലം കഴിക്കുള്ളൂ. ആമേൻ. കർത്താവ് വേറെ ഉപമ പറഞ്ഞു. പുളിച്ച മാവിൻ്റെ ഉപമ. ഈസ്റ്റ്, പഴയ നാടൻ ഭാഷയ്ക്ക് സോഡാപ്പൊടി. അപ്പം ചൂടാൻ ചേർത്ത് വെക്കത്തില്ലേ? ചേർത്ത് വെച്ചിട്ടല്ലേ മാവ് പുളിപ്പിക്കാൻ. ചില ദിവസങ്ങളിലെ ഓർക്കാതെ പാത്രം കവിഞ്ഞൊഴുകി പോയ ദിവസം ഓർമ്മയുണ്ടോ? ഇല്ലേ? സംഭവത്തില്ലേ? പക്ഷേ ഈ സോഡാപ്പൊടിയും കുപ്പിക്കത്തോട്ട് വെച്ചാലോ ആരെ പുളിപ്പിക്കും? ഇത് പെനട്രേറ്റ് ചെയ്യേണ്ടതാണ്. ഓരോ ഹൃദയത്തിലും പെനട്രേറ്റ് ചെയ്യേണ്ടതാണ്. ഓരോ ജീവിതത്തിലും പെനട്രേറ്റ് ചെയ്യണം. ഓരോ ജാതിയിലും പെനട്രേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇത് പെനട്രേറ്റ് ചെയ്യണമെങ്കിൽ കലർത്തി വെച്ചെങ്കിലേ പറ്റുള്ളൂ. ജനത്തിലേക്ക് പോയെങ്കിലൊക്കെ ഉള്ളൂ. സ്തോത്രം. സത്യം പറ, എത്ര സഭയുണ്ട് നാട്ടിലിറങ്ങി സുവിശേഷം പറയുന്നത്? ഹ്യൂസ്റ്റൺ പട്ടണത്തിൽ സുവിശേഷം വേണ്ടേ? ഇവിടുത്തെ പാപികളുടെ നിരയല്ലേ ദൈവത്തെ വേണ്ടാത്തൊരു ജനമായി തീർന്നില്ലേ? ഇതിന് നടുവിൽ ഈ ജാതിക്ക് വേണ്ടേ ദൈവത്തിന്റെ വചനം? ഒരു കാലത്ത് ഇവിടുന്ന് ആളുകൾ വന്ന് നമ്മളോട് സുവിശേഷം പറയാൻ ഒരു കാലത്തെ ഉപയോഗിച്ചെങ്കിൽ നമ്മളെ കൊണ്ട് ഈ ജാതിയെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയില്ല എന്നാണോ ധരിക്കുന്നത്? ആത്മീയത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ മലയാളി പെന്തിക്കോസ്തുകാർ. ഇവിടുത്തെ വെള്ളക്കാർക്ക് പലർക്കും അത്ര ആഴമൊന്നും അറിയത്തില്ല. അവർ പലരും പ്രസംഗിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടു പോലില്ല. നമ്മൾ ഭയങ്കരം തിയോളജികളും വലിയ ഡീപ് തിങ്സ് പറയാൻ പ്രാപ്തരായ മലയാളി. ഈ ജാതിക്കൊരു സുവിശേഷം കൊടുക്കാൻ നമുക്ക് ഇടപാടില്ലേ? കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നു. ഒരു പട്ടാളക്കാരൻ, മിലിറ്ററി ഓഫീസർ, അയാൾക്ക് 3 തോക്കുണ്ട്. ഇപ്പൊ റിട്ടയർഡാ. ആഴ്ച തോറും ഈ 3 തോക്കും എടുത്ത് നല്ല പോലെ തൂത്തു തുടച്ച് റെഡിയാക്കി ഷോക്കേസിൽ കൊടുക്കും. എല്ലാം ഒരു ദിവസം രാവിലെ മുതൽ ഉച്ച വരെയുള്ള പണിയാണ് തന്റെ 3 ദിവസത്തെ തോക്ക് തൂത്തു തുടച്ച് വൃത്തിയാക്കി ഷോക്കേസിൽ വെക്കുന്നത്. ഏറെക്കുറെ പെന്തിക്കോസ്തുകാരല്ലേ ഇതിൽ ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു ദിവസത്തെ യോഗം. ആ യോഗത്തിൽ തോക്കെടുത്ത് തൂത്തു തുടച്ച് വൃത്തിയാക്കി, എല്ലാവരും തൂത്തു തുടയ്ക്കാറില്ല, എന്നാലും കുറെ പേര് തൂത്തു തുടച്ച് വൃത്തിയാക്കി വചനം കേട്ടു ഹല്ലേലൂയ സ്തോത്രം വീണ്ടും കൊണ്ട് കണ്ണാടി കൂട്ടി വെച്ചിട്ട് എന്തു ഗുണം? ആരെ വെടിവെച്ചിട്ടു? ഏത് ശത്രുവിനെ തോപ്പിച്ചു? ഏത് ദേശം കീഴടക്കി? കാലങ്ങളായി അകത്ത് കയറിയ വചനം ഇന്ന് വരെ പുറത്തു വരാൻ മാർഗമില്ലാതെ, മറ്റൊരു വ്യക്തിയെ സന്ദർശിക്കുവാൻ തയ്യാറില്ലാതെ ഇതിനകത്തിരുന്ന what do you think? God will tolerate this? രണ്ടാം വാക്യത്തിലേക്ക് ഒന്നുകൂടെ പോകുന്നു. രണ്ടാം വാക്യം പറഞ്ഞത് it's a purposeful pruning, not only planting, there is a purposeful pruning. Verse 2, ഫലം കായ്ക്കാത്തത് അവൻ നീക്കിക്കളയും. കൊമ്പുകളിൽ ഫലം കായ്ക്കാത്തത്. വൃക്ഷം നല്ല പോലെ തടിച്ചു കൊഴുത്തിങ്ങനെ മുടുക്കായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞതിന് അവന് ഇഷ്ടമില്ല. ഫലം കായ്ക്കുന്നതിന് വളം കുറച്ചുകൂടാ. ഫലം കായ്ക്കുന്നതിന് പോട്ട്. ഫലം കായ്ക്കാത്ത ഈ കൊമ്പിന് ഈ വളമെല്ലാം കൂടെ കൊടുത്ത് ഇതെല്ലാം കൂടെ തടിച്ചു വരുന്നതിന് അതൊന്ന് വെട്ടിക്കളയും. ഫലം കായ്ക്കുന്നതിന് കൊടുക്കാം. അതും കൂടെ നമ്മളെ ആരെയും ദൈവം കരുത്ത് വെട്ടി കളഞ്ഞില്ല, ഭൂമിയിൽ നീക്കി കളഞ്ഞില്ല. പക്ഷേ അസൽ ആലോചിച്ചു നോക്കൂ. ഈ പറയുന്ന ബന്ധം എന്ന് പറഞ്ഞ ഒരു ചെടിയിലേക്ക് ജീവൻ വ്യാപരിക്കുന്ന ബന്ധമല്ലേ? തായ്തണ്ടിൽ നിന്ന് ജീവൻ വ്യാപരിച്ച് കൊമ്പിൽ ചെന്ന് ആ കൊമ്പിൽ നിന്ന്
ഉപശിഖരത്തിലേക്ക് പോയി, ഇങ്ങനെ പോയി, ഓൺ ഗോയിങ് പ്രോസസ്. ആ തണ്ടിക്കുന്ന ജീവനല്ലേ ആ ചെടി മുഴുവൻ പോകുന്നത്? അതറിയില്ലേ? കണ്ടറിയില്ലേ? ജീവന്റെ വ്യാപാരം ഒരു ദിവസം ഇല്ലാതായാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അറിയത്തില്ലേ? ഒരാഴ്ചയാകുമ്പോൾ ക്ലിയർ ആവില്ലേ? എവിഡൻ്റ് ആവില്ലേ? ഇല്ലേ? ഉള്ള സത്യം പറ. ഈ അന്തരംഗത്തിൽ ഒരിക്കൽ വ്യാപരിച്ച ആത്മജീവൻ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ദിവസവും വ്യാപരിക്കുന്നതായി ബോധ്യമുള്ള എത്ര പേരുണ്ട്? What I believe is God's presence is something that you really feel even in your body. That's right. That's what I experience. I don't think it is just a faith. I don't think it is just a matter of worship on a certain day. To me, what I believe is the presence of God is something that flows through your entire being. Even your fingertips, you feel the presence of God lives in you. അങ്ങനെ ഒരു ജീവൻ ഉണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിച്ചാൽ നിങ്ങൾ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. അപ്പൊ ഫലം കായ്ക്കാത്തവൻ വെട്ടിക്കളയും. വെട്ടിക്കളഞ്ഞ ഒന്നുകൂടെ പറയാണ്, നമ്മളെ കൊല്ലുമെന്നല്ല ഇതിന്റെ അർത്ഥം. ഈ ആത്മസാന്നിധ്യം ഇല്ലാതായി പോകും. ഈ കൃപയുടെ വ്യാപാരം ഇല്ലാതായി പോകും. We come to the church, but we don't feel the Holy Spirit. We hear the word, but we are not moved by the Holy Spirit. We don't feel anything. We simply come and go. ചിലർ വിമർശിക്കാൻ, ചിലർ കുറ്റം കണ്ടെത്താൻ, ഇങ്ങനെയെല്ലാം ആളുകൾ സഭയിലുണ്ടാവും. പക്ഷേ അതിനല്ല നമ്മെ എടുത്തിരിക്കുന്നത്. ഫലം കായ്ക്കുന്നതിനെ അധികം ഫലം കായ്ക്കാൻ ചെത്തി വെടിപ്പാക്കും. ഡോക്ടർ ജോൺസൺ പറഞ്ഞതുപോലെ ഓരോ സാഹചര്യങ്ങളിൽ നമുക്കൊരു ലേശം സെൽഫ് കോൺഫിഡൻസ് ഒന്ന് വർദ്ധിക്കുമ്പോൾ, ഒരു കംപ്ലൈസൻസി ഒന്ന് എത്തുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ അടിയിൽ നിന്ന് മണ്ണിളക്കി കളയും. പക്ഷെ അത് നമ്മെ നശിപ്പിക്കാനല്ല, നമ്മെ തിരിച്ചു കൊണ്ടുവരാൻ, ദർശനം കൂടുതൽ ഇമ്പാർട്ട് ചെയ്യാൻ, കൂടുതൽ കമ്മിറ്റ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള പ്രൂണിംഗ് പ്രോസസ് ഏത് വിശ്വാസിക്കും. ദൈവം സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കുന്നു. ദൈവത്തിന്റെ കൈ, ശിക്ഷയുടെ കൈ, ശിക്ഷണത്തിന്റെ കൈ മേലുള്ള ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ശിക്ഷണത്തിന്റെ കൈയില്ലാതെ ഒരു കുഴപ്പമില്ല, എല്ലാം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് എന്ന് പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പേടിക്കണം. റോമാലേഖനം 1:26 വാക്യം 28 വാക്യം ചിലപ്പോ ആത്മാവ് പറഞ്ഞിട്ട് നിരന്തരം കേൾക്കാത്തതുകൊണ്ട് ദൈവം കൈവിട്ടതാവാം. കുറെ കാലം ആത്മാവ് സംസാരിക്കും, ഒന്ന് പിടിച്ചു നിർത്താൻ നോക്കൂ. ഇതിൽ നിന്നും വകവെക്കാതെ തന്നിഷ്ടത്തിന് പോയാൽ ദൈവം മരണപ്പിക്കണം പറയും. അവസാനം ഒരു പിടി പിടിക്കും. ഇവിടെ വെച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് എ പർപ്പസ്ഫുൾ പ്രൂണിംഗ്. ആത്മാവ് ചെത്തി വെടിപ്പാക്കാൻ തുടങ്ങിയാൽ അന്നേരം കീഴ്പ്പെട്ടോണം. അതിന് വലിയ കാര്യമൊന്നുമില്ല, ഒരു ചെറിയ മോമെന്റ് മതിയായിരിക്കും, ഒരു കൊച്ചു കാര്യമായിരിക്കും. എന്താണ് ദൈവമേ കാര്യങ്ങൾക്കൊരു മുടക്കം വന്നത് എന്നോർത്ത് മടങ്ങി വന്നാൽ അധികം ഫലം കായ്ക്കാൻ ദൈവം ഉപയോഗിക്കും. 16 വാക്യത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോകുന്നു. This is a very purposeful planning in this. A planning. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. I have chosen you. I have placed you that you may go forth and bring fruit. And the fruit remain. Planning നോക്കൂ. I have chosen you. I have placed you where you are. നിങ്ങൾ ഇന്നായിരിക്കുന്ന ഇടത്ത്, നിങ്ങളുടെ നിലയ്ക്ക് നിങ്ങളെ കൊണ്ടുവന്നാക്കി, തെരഞ്ഞെടുത്തു, ആക്കി. ഇനി അവന്റെ പ്ലാൻ, നിങ്ങൾ പോണം, പോയി നിങ്ങൾ ഫലം കായ്ക്കണം. ഫലം കായ്ച്ച മാത്രം പോരാ, ഒരു സമയത്ത് എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ പോരാ, അത് നിലനിൽക്കണം. A detailed planning of God. ഫലം കായ്ക്കണോ? ഇത് തന്നെ മാർഗം. Churches grow that want to grow. If you don't want to grow, you will not grow. You will grow only if you want to grow. Churches will grow if they plan to grow. If you don't plan to grow,
you don't grow. അതിന് ഡീറ്റെയിൽഡ് പ്ലാൻ ഈ വചനത്തിൽ പറഞ്ഞതുണ്ട്. ആത്മാവിന്റെ നിയമങ്ങളുണ്ട്. I don't have time. I don't explain. Church is not only planning, you have to implement your plan. വലിയ പ്ലാനും ഒക്കെ ഉണ്ടാക്കിയിട്ടിരിക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷേ കാര്യം നടക്കണോ? നടപ്പാക്കാൻ പദ്ധതികൾ തയ്യാറാക്കി ദൈവത്തിന്റെ ജനം തയ്യാറാകണം. നിങ്ങൾ പോയി ബലം കായ്ക്കുന്നതിനും. There is no growing without going. You don't go, you don't grow. നമ്മുടെ നാട്ടിൽ പണ്ട് പറച്ചിലുണ്ട്, വിളക്ക് കത്തിച്ച് വെച്ചാൽ മതി, ജീവികളെല്ലാം അതിൻ്റെ അടുത്ത് വരുന്നു. നമ്മൾ അങ്ങനെ പോക്കുകയൊന്നും വേണ്ട. ശരിയാണ്, വിളക്ക് കത്തിച്ച് വെച്ചാൽ ജീവികൾ വരും. എത്ര ജീവി വരും? ഇതിൻ്റെ ഇമ്മീഡിയറ്റ് പരിസരത്തുള്ള ജീവിയല്ലേ വരുള്ളൂ. ദൂരെയുള്ള ജീവി വല്ലതും വരുമോ? ദൂരെയുള്ള ജീവി വരണമെങ്കിൽ വിളക്ക് എടുത്തോണ്ട് നടക്കണ്ടേ? വിളക്ക് എടുത്തോണ്ട് നടന്നാൽ ജീവി അതിനകത്ത് വരുമല്ലോ. അല്ലാതെ ഇത് കൊണ്ടുപോകാതെ ഇത് വളരാൻ മാർഗമുണ്ടോ? സഭ, are we going out? Going out here, and particularly in this mission convention, we are talking about the land of India. നമ്മളെ ആ രാജ്യത്ത് നിന്ന് ദൈവം ഇവിടെ കൊണ്ടുവന്നു, സുഖമായ ജീവിതം നൽകി, സൗകര്യങ്ങൾ നൽകി. നല്ലൊരു പങ്ക് ആളുകൾ ഇന്ത്യയെ മറന്നു. They are Americans now. Yes, you can live here. As long as you live, you can spend your days here. True. But can you excuse God? Can you say to God, God, I'm an American, I have nothing to do with India anymore? No. You are held responsible for India. ഇന്ത്യക്ക് പോണോന്നേ, പോണോ? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്. Good thing that you support the mission work. You spend money. I appreciate that. Many people do not have a burden to do that, but you do that. I appreciate it. But ദൈവത്തിന് നിങ്ങളുടെ പണം മാത്രം പോരാ. ദൈവത്തിന് നിങ്ങൾ പോണം. നിങ്ങൾ പോയിട്ട് ആളുകളെ രക്ഷിക്കണം. സ്തോത്രം. പല പല എക്സ്ക്യൂസസ് ആളുകൾക്ക് പറയാനുണ്ടാവും. പക്ഷേ നിങ്ങൾ ദൈവത്തോട് എന്ത് എക്സ്ക്യൂസ് പറയും? നിങ്ങളൊരു വലിയ പാടാണ് ഇന്ത്യയിൽ പോയി ജീവിക്കുക എന്നുള്ളത്. ശരിയാണ്, ഇവിടുത്തെ കംഫർട്ട്സിലെല്ലാം അവിടെ ജീവിക്കാൻ പാടാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി വരുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ എത്ര വെള്ളക്കാർ നമ്മുടെ രാജ്യത്ത് വന്ന് താമസിച്ച് മിഷനറി പ്രവർത്തനം ചെയ്തു. എയർ കണ്ടീഷനിങ് ഇല്ലാതെ, വാഷിംഗ് മെഷീൻ ഇല്ലാതെ, വെള്ളം പമ്പ് ചെയ്ത് മേളിക്കയറ്റാൻ മാർഗമില്ലാതെ, ഇന്നത്തെ യാതൊരു മെഡിക്കൽ ഫെസിലിറ്റീസും ഇല്ലാതെ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ മിഷണറി മരിച്ചടക്കപ്പെട്ടിട്ടുണ്ട്. മലയാളിയോ ഒന്ന് മരിച്ചടക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നാട്ടിലെങ്ങും ഒരു നല്ല ആശുപത്രി ഇല്ല. They were willing to do that. അല്ല, ദൈവത്തിന്റെ പുത്രനെ അയച്ചത് ഒന്ന് നോക്കൂ. അതല്ലേ ഏറ്റവും വലിയ മിഷണറി. Can you imagine that? ഞാൻ മുമ്പ് പറഞ്ഞു, we cannot imagine about that. ദൈവം ഈ കാര്യം ചെയ്തെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ലെന്നോ? ദൈവം പറയുന്നു പോണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ഇന്ത്യൻ നൃത്തത്തിന് ഇവിടെ വന്ന് നിന്നിച്ച് നിങ്ങൾ പോകണമെന്ന് ഇവിടെ അവരോടൊക്കെ പറയാം. അവിടെ ജീവിക്കുന്നത് ഇത്രയൊക്കെ നിങ്ങൾ അവിടെ ജീവിച്ച് ശീലമാണ്. ശരിയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാനും ഇവിടെ ഒരു വിസിറ്ററല്ല. ഞാനൊരു 27 വർഷം മുമ്പ് രാജ്യത്ത് മൈഗ്രേറ്റ് ചെയ്ത ആളാണ്. ഞാനിവിടെ വിസിറ്ററായിട്ട് വരുന്ന ആളല്ല. ഞാൻ ഈ രാജ്യത്ത് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഇന്ത്യയിൽ തിരിച്ചു പോകണം. ഞാനും എൻ്റെ ഭാര്യയും ദൈവത്തോട് പറഞ്ഞു, യെസ് ലോർഡ്, ദാറ്റ്സ് ഇറ്റ്. I had no demand, no argument. I said, yes Lord. I did. നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്നത് പോലെ, അതിൻ്റെ അർത്ഥം നിങ്ങൾ പലരും വരുന്നതിന് മുമ്പ് ഞാൻ വന്ന ആളാണ്. നിങ്ങൾ കുറച്ച് പേരെ ഉള്ളൂ എനിക്ക് മുമ്പേ വന്നത്. I could live here. But the burden came upon me. Not my own, by the call. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്ത്യയിലെ
കേരളത്തിൽ താമസിച്ചിരുന്നു. I have my roles, my administration and things like that. നോർമലി അങ്ങനെ ഒരാള് ഈ ദേശ സന്ദർശനത്തിന് പോവില്ല. ഒന്നാമത് സമയമില്ല, മറ്റൊന്ന് അത്ര എളുപ്പമല്ല. പക്ഷെ ദൈവം എന്നെ ഇന്ത്യക്കൊരു വിളിയും കൊണ്ട് വിളിച്ചു. എൻ്റെ ഉച്ച മുതലുള്ള കാലം വരെ ഇന്ത്യ ആക്കി. ഒരു 2000 ആയപ്പോൾ എന്നോട് എൻ്റെ ഭാര്യയോടും പറഞ്ഞിറങ്ങി പുറപ്പെടാൻ പറഞ്ഞു. വി സ്റ്റാർട്ടഡ് ഫാമിലി. പോയപ്പോൾ ഒരു ഡിമാൻഡും ഇല്ല ദൈവത്തോട്. ഞങ്ങൾ പറഞ്ഞു, എവിടെ താമസിക്കാൻ സ്ഥലം കിട്ടുമോ അവിടെ താമസിക്കും, എന്ത് കഴിക്കാൻ കിട്ടുമോ അത് കഴിക്കും. സ്തോത്രം. ഞാൻ 6 പെങ്ങന്മാരുടെ വളർന്ന ഏറെ ആങ്ങളെയാണ്. അപ്പം എൻ്റെ സ്വഭാവങ്ങളൊക്കെ മലയാളികളായി നിങ്ങൾക്ക് തിരിയല്ല. അങ്ങനെ തന്നെ ഓമനിച്ച് വളർത്തിയാണ്. വലിയ കാശുമില്ലെന്നല്ല, പക്ഷെ ഓമനിച്ച് വളർത്തിയാണ്. സ്തോത്രം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ രുചി എന്നായിരുന്നു ഒരു കാലത്ത് എൻ്റെ ശാസ്ത്രം. ഒരു സമയത്തിയപ്പോൾ എനിക്ക് ഗോതമ്പ് കഴിച്ചുകൂടാം. If I eat wheat, I will throw up. Immediately I will have to throw up. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നോർത്ത് ഇന്ത്യക്ക് വിളി, ഇന്ത്യക്ക് വിളി. ഒരു ചപ്പാത്തി കഴിച്ചു പോയെങ്കിൽ 15 മിനിറ്റിനകം എനിക്ക് ഛർദ്ദിക്കണം. ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞു, റെഡി ഗോഡ്. എന്നിട്ട് വയറിനോട് പറഞ്ഞു, മര്യാദയ്ക്ക് ഇരുന്നോ, ഒരു കുഴപ്പം ഉണ്ടാക്കിയിരിക്കരുത്. അന്ന് മുതൽ ഇന്ന് വരെ we go eat what we get. ഒരു സമയത്ത് ഞങ്ങൾ ഇന്ത്യ മുഴുവൻ എന്ന് കറങ്ങി ഒന്ന് പ്രാർത്ഥിക്കാൻ പോയി. It took 67 days. ഓരോ ദേശത്ത് പോകും, വണ്ടി ഓടി പോകുന്ന വഴിക്ക് എന്ത് കിട്ടുമോ വാങ്ങി കഴിക്കും. 67 days. നിങ്ങൾ പറയും പ്രയാസമാണെന്ന്. എൻ്റെ ഭാര്യയ്ക്ക് അന്നൊരു 57 വയസ്സുണ്ട്. 57 വയസ്സുള്ള ഒരു സ്ത്രീ 67 ദിവസം ഒരു ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്തെന്ന് ഊഹിക്കാം. ദിവസം 12 മണിക്കൂർ 18 മണിക്കൂർ ഓടണം. But the Lord strengthened us. If you want, you can do it. If you surrender your life, you will do it. You can do it. Not because we are able, but because of the grace. ഇന്ന് ഞാൻ ചോദിക്കുന്നു, who will go? Who will go? India needs people. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഇന്ത്യയിലെ കഴിവുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും നല്ല രുചിയുടെ പേരക്കാരല്ല അമേരിക്കയ്ക്ക് കൂടിയത്. Who should do the work in India now? ഇന്ത്യക്ക് വേണ്ടേ കേപ്പബിൾ ലീഡർഷിപ്പ്? ഇന്ത്യക്ക് വേണ്ടേ കേപ്പബിളി പ്ലാൻ ചെയ്യാൻ ആളുകൾ വേണ്ടേ? ഈ തലമുറയിൽ ഇവിടുന്ന് ചിലർ would you rise, come as missionaries back to India? You know, India needs you. India needs you. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. ഇന്ന് ഞങ്ങളുടെ ബൈബിൾ സ്കൂളുകളെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, സുറിയാനി ക്രിസ്ത്യാനി സുവിശേഷ വേലയ്ക്ക് വരാൻ അറിയാമില്ല. അവർക്കെല്ലാം എഞ്ചിനീയേഴ്സ് ആവണം, ഡോക്ടേഴ്സ് ആവണം, വലിയ വലിയ ആളാവണം. ഇന്ന് ബൈബിൾ സ്കൂളിലെ മിക്ക സ്കൂളുകളിലെയും എൻറോൾമെന്റ് നോക്കൂ, ഹരിജൻസിൽ നിന്നാണ്. നമ്മുടെ പിള്ളേരെല്ലാം എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, വലിയ ആളാവണം. നിങ്ങൾക്ക് നല്ല പാസ്റ്റർമാരെ വേണം, എവിടെ കൊണ്ടുവരും? Think about this. ആരുണ്ട്? ഏത് മാതാപിതാക്കളുണ്ട് ഇന്ന് രാത്രി പറയാൻ, ദൈവത്തിന്റെ വേലയ്ക്ക് എൻ്റെ കുഞ്ഞിനെ കൊടുക്കുമെന്ന് പറയുവാൻ ഇതിനകത്ത് ആരുണ്ട്? Kingdom of God is looking down to this room tonight. Down to this room tonight. Would you go? Would you give one of your children to the kingdom business? Amen. ഇതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ഇത് ചെയ്തേ പറ്റും.
കണ്ണടയ്ക്ക് ഒരു മിനിറ്റ്. ഇന്ന് രാത്രി ദൈവത്തോട് ഒരു മറുപടി ഒന്ന് പറഞ്ഞിട്ട് പോകും. ഇതിനകത്ത് നിന്ന് ചിലരോട് ദൈവം ചോദിക്കുന്നു, ആരെ ഞാൻ കേട്ടു, ആർ എനിക്ക് വേണ്ടി പോകും? നിങ്ങളാരും പറയും, ഞാൻ പോവാം. Even if not permanently, for a month, for 2 months, I'm going. Some of you receiving the call of God, permanently going to India to save the nation. It's an opportune time in India. The Spirit of God is mightily moving in the land of India. Glorious things are happening. ഒന്നുകൂടി ഞാൻ പറയുന്നു, മാതാപിതാക്കളെ, നിങ്ങളാരുണ്ട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് എൻ്റെ കുഞ്ഞിനെ ഒരാളെ ഞാൻ ദൈവം വിലയ്ക്ക് കൊടുക്കും. ദൈവത്തോട് ഇന്ന് രാത്രി പറയൂ, ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഇന്ന് രാത്രി ഇതിനകത്ത് നടക്കട്ടെ. ഇതിനകത്ത് സ്വർഗം ഇതിനകത്ത് ഒന്ന് സന്തോഷിക്കാൻ